പ്രൈസ് ദ ലോഡ്. എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ തവണ നമ്മൾ ചിന്തിച്ചത് അവിശ്വാസികളായ കുടുംബാംഗങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതും നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ തിരിച്ചറിയുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ചിന്തിച്ചത്. ഇന്ന് നമുക്ക് വീണ്ടും 2 സെക്ഷൻസ് കൂടിയുണ്ട്. അത് പ്രധാനമായിട്ടും ദ ജോയ് ഓഫ് ഇറ്റേണൽ റീയൂണിയൻ, നിത്യതയിലെ നമ്മുടെ ആ റീയൂണിയനിലുള്ള സന്തോഷം എന്തൊക്കെയാണെന്ന്. നമുക്ക് സ്വർഗത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും ഒരു കാഴ്ചപ്പാടുണ്ട്. ഉള്ളതെന്താണ്? അവിടെ വീഥികൾ, തങ്കത്തെരു വീഥികൾ, സ്വർണം മുത്തുകളൊക്കെ പതിച്ച ഗോപുരങ്ങൾ, ഇതൊക്കെ ശരിയാണ്. നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ചെല്ലുവാൻ ആഗ്രഹത്തോടുകൂടിയാണ് നമ്മളിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൻ്റെ യാഥാർത്ഥ്യം ഇതിനേക്കാൾ ഒക്കെ വളരെ ആഴമുള്ള ചില കാര്യങ്ങളാണ്. ഒന്നാമതായി, എല്ലാ കണ്ണീരും തുടച്ചു മാറ്റുന്ന സ്ഥലം, എല്ലാ ദുഃഖവും മറന്നുപോകും, എല്ലാ ബന്ധവും നിത്യതയോളം പൂർണ്ണവും ഭദ്രവുമായിരിക്കും. സ്വർഗത്തിൽ തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാകുന്നില്ല, വാദപ്രതിവാദമില്ല, തർക്കങ്ങളില്ല, പൂർണ്ണ സ്നേഹവും ഐക്യതയും ഉള്ള ഒരു ബന്ധമായിരിക്കും. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ നമുക്ക് സ്വർഗത്തിലെ കാര്യങ്ങളുടെ ഒരല്പം കണ്ണാടിയിൽ കൂടെ കാണുന്ന പ്രതിഫലനം പോലെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. യാഥാർത്ഥ്യം നമുക്ക് അറിയത്തില്ല. എന്നാൽ അപ്പോൾ നമ്മൾ നേരിട്ട് കാണാൻ പോവുകയാണ്, മുഖാമുഖമായി കാണും. ഇപ്പോൾ വളരെ അംശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നവ മാത്രമേ അറിയുന്നുള്ളൂ. എന്നാൽ അതിൻ്റെ മുഴുവനായ രീതിയിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണാൻ പോവുകയാണ്. പിന്നെ ഭൂമിയിലെ ഉള്ള കുടുംബത്തിൻ്റെ അവസ്ഥ ആയിരിക്കുകയില്ല. അവിടെ വലിയ വിസ്തൃതമായ ഒരു കുടുംബമായിരിക്കും. എല്ലാ തലമുറകളിൽ നിന്നും ഉള്ളവർ, എല്ലാ ഗോത്രങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. വെളിപ്പാട് 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമുക്ക് വായിക്കാം. ഇതിന് ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയെങ്കിൽ ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോസ്തലൻ കണ്ട ദർശനത്തിൽ വലിയ സകല ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും നിന്നൊക്കെയുള്ള എണ്ണിക്കൂടാത്ത വലിയൊരു കുടുംബത്തെയാണ് കർത്താവിൻ്റെ മുൻപാകെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കൾ, ഒരു കുടുംബം. ഏറ്റവും വലിയ സന്തോഷവും ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ മറ്റുള്ളതായ സ്വർണ്ണത്തെരുവീഥികളോ പളങ്ങുന്ന മുത്തോ പൊന്നോ ഒന്നുമല്ല. നമ്മുടെ പിതാവായ ദൈവവും നമ്മുടെ മണവാളനായ യേശു ക്രിസ്തുവുമായിട്ടുള്ള നേരിട്ട് കാണുവാൻ ആ ഒരു വാഞ്ച, അവനോടുള്ള സ്നേഹം നമുക്കുണ്ടെങ്കിൽ എത്രയും വേഗം നമുക്ക് അവർ നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുകയില്ലേ? റോമർ 8-ന്റെ 15-ാം വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. വളരെ സ്നേഹത്തോടെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള ആ ഒരു വലിയ ബന്ധമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക്. നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു കൂട്ടുകാരനെ പോലെയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധനയ്ക്ക് കൂട്ടിവരുന്ന സഹോദരന്മാരായിട്ടോ അല്ല. നമ്മൾ സത്യത്തിലുള്ള സഹോദരന്മാരായിരിക്കും. നമ്മുടെ പിതാവ് ആരാണ്? നമ്മുടെ പിതാവ് രാജാക്കന്മാരുടെ രാജാവും കർത്താവുമാണല്ലേ. അവൻ നിത്യരാജാവായ ദൈവമാണ് നമ്മുടെ പിതാവ്. വീണ്ടും ഫിലിപ്പിയർ 3-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ വാഗ്ദത്തം തന്നിരിക്കുകയാണ്. ശരീരം മാറ്റപ്പെട്ടിട്ട് നിത്യതയോളം ജീവിക്കാനുള്ള മഹത്വീകരിക്കപ്പെട്ട ശരീരം ലഭിക്കും. സ്വർഗത്തിൽ ജീവിക്കാൻ പ്രാപ്തമായ ഫിറ്റായ ഒരു അവസ്ഥ നമുക്കവിടെ ലഭിക്കും. വെറുതെ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി നമ്മളെ ചേർക്കുക മാത്രമല്ല, ദൈവവുമായി നമ്മെ ചേർക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ വാഗ്ദത്തം. ഇതൊക്കെയാണ് പ്രിയമുള്ളവരെ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നതായ വലിയ സന്തോഷം.
വീണ്ടും നമുക്ക് അഞ്ചാമത്തെ സെക്ഷനിലേക്ക് കിടക്കാം. അതിനകത്ത് ഉള്ളൊരു സംശയം ഇതാണ്. ഇനിയുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതായത് നമ്മൾ ലീവിങ് ടുഡേ വിത്ത് ഹെവൻ ഇൻ മൈൻഡ്. ഇന്ന് തന്നെ നമ്മൾ ജീവിക്കുന്നത് സ്വർഗത്തിൽ ജീവിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇപ്പോഴേ നമ്മൾ ജീവിക്കാൻ ആരംഭിക്കണം. നമ്മൾ മരണശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ, സത്യത്തെക്കുറിച്ച് നമ്മൾ വചനത്തിൻ്റെ വെളിച്ചത്തിലൊക്കെ പഠിച്ചു. ഇനിയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? സ്വർഗം നമ്മൾക്ക് ചിന്തിക്കാൻ മാത്രമുള്ളതല്ല, എന്നാൽ ഇപ്പോൾ തന്നെ ജീവിക്കാനുള്ളതും കൂടിയാണ്. അതുകൊണ്ട് അതിനുള്ള വാഗ്ദാനങ്ങളൊക്കെയും ദൈവം നല്ല കൃത്യമായി ദൈവവചനത്തിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 13 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ. അത് പെട്ടെന്ന് അന്ന് വായിക്കാം. 1 തെസ്സലോനിക്കർ 4-ന്റെ 13 മുതൽ 18 വരെ. അതൊരു പവർഫുൾ വാഗ്ദാനമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുതേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകുകയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. അതാണ് നമുക്ക് അന്യോന്യം ആശ്വസിപ്പിക്കുവാൻ ദൈവവചനം നമുക്ക് തന്നിട്ടുണ്ട്. വീണ്ടും വരാനുള്ള മഹത്വം നമ്മൾ ഓർക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ സാരമില്ല. അതിന് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 4-ന്റെ 17. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവമക്കൾക്ക് ഭൂമിയിൽ കഷ്ടതകളുണ്ട്. നമ്മുടെ നായകനായ യേശു കഷ്ടം അനുഭവിച്ചു. അതുതന്നെയായിരിക്കും തൻ്റെ അണികൾക്കും ലഭിക്കുന്നത്. ഈ ലോകം നമ്മളെ സ്നേഹിക്കുകയില്ല, കാരണം നമ്മൾ ലോകക്കാരല്ലല്ലോ. അപ്പോൾ നൊടി നേരത്തേക്കേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ലഘുവായ കഷ്ടം എന്നാണ് അപ്പോസ്തലനോട് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കഷ്ടങ്ങൾ വളരെ ലഘുവാണ്, എന്നാൽ അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഇവിടെ ആ ദൈവനാമത്തിൽ കഷ്ടം സഹിച്ചാൽ അത്യന്തം അനവധിയായി ആ തേജസ് നമുക്ക് ലഭിക്കുവാൻ ഇത് നമുക്ക് കാരണമായി തീരുന്നു. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്ന്, എങ്ങനെ നമ്മൾ വസ്തുതകളെ സ്നേഹിക്കുന്നു, എങ്ങനെ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു, ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർ ആരോടെങ്കിലും നിരപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇനി അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത്. എത്രയും വേഗം അവരുമായിട്ട് നിരപ്പിൻ്റെ അനുഭവത്തിൽ വരിക. സ്വർഗം നിത്യമാണ്, എന്നാൽ ഭൂമിയിലുള്ള സമയം വളരെ ഷോർട്ടാണ്. അതാണ് നൊടി നേരമെന്ന് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലുള്ള അവസ്ഥയിൽ ജീവിക്കണം എന്ന് പറയുന്നത്. കൊലോസ്യർ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും നാം എന്താണ് വായിക്കുന്നത്? കൊലോസ്യർ 3-1. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതിനുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ ഹെവൻ എന്നാണ് ദൈവവചനം പറയുന്നത്. സെറ്റ് യുവർ ഹാർട്ട്സ് ഓൺ ഹൈ തിങ്സ് അബൌട്ട് ഹൈ. അതുകൊണ്ട് നമ്മൾ ഭൂമി രക്ഷിക്കപ്പെട്ടവർ, ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റപ്പെട്ടവർ പിന്നെ ഭൂമിയിലെ കാര്യങ്ങളല്ല ചിന്തിക്കേണ്ടത്. നമ്മുടെ പൗരത്വം ഇവിടെ അല്ല, നമ്മൾ സ്വർഗത്തിലുള്ളത് ചിന്തിക്കുക. പലപ്പോഴും പണം, പദവി, താൽക്കാലിക സുഖഭോഗങ്ങൾ, ഇതൊക്കെ ആയിരിക്കും ഭൂമിയിലുള്ള കാര്യങ്ങൾ. അതൊക്കെയാണ് പലപ്പോഴും സാത്താൻ നമ്മളെ കൊണ്ടുവന്ന് ആകർഷിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇതൊന്നും നിത്യതയോളം നിലനിൽക്കുന്നതല്ല, അതൊക്കെ താൽക്കാലികമാണ്. എന്നാൽ നമ്മുടെ ദൃഷ്ടി നിത്യതയോളേക്ക് ഫിക്സ് ചെയ്യുന്നുവെങ്കിൽ നമ്മൾ വ്യത്യസ്തരായി ജീവിക്കുവാൻ ആരംഭിക്കും. ഇവിടെ തന്നെ ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവവേദൽ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കണമെന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ തന്നെ അങ്ങനെ ഒരു ജീവിതം നമ്മൾ ആരംഭിക്കണം എന്നാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധവും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധവും ഒക്കെയും മാറ്റം വരും. നമ്മൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ബന്ധങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. നമ്മൾ പിറുപിറുക്കുന്നതിന് പകരം ക്ഷമിക്കാൻ ഇടയാകും. ഭാവിയെ ഓർത്ത് ഭയപ്പെടുന്നതിന് പകരം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കും.
പലപ്പോഴും നമുക്കുണ്ടാകുന്നൊരു കുറവ് ഇതാണല്ലോ, ഭാവിയെ ഓർത്തുള്ള ഭയമാണ്. ഇന്ന് പ്രസൻറ്റിൽ ജീവിക്കുന്നില്ല. ഭാവിക്ക് വേണ്ടി കരുതുവാനുള്ള ഓട്ടമാണ് എപ്പോഴും മനുഷ്യൻ തന്നെ മറന്ന്. എന്നാൽ അതാത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി, ഇന്നത്തേക്കുള്ളത് കർത്താവിൽ നിന്നും പ്രാപിക്കുക. ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം തരാൻ അവൻ ബാധ്യസ്ഥനാണ്, അവൻ തരിക തന്നെ ചെയ്യും. എന്നാൽ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നമ്മൾ മറന്നു പോകരുത്. അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ എന്നാണ് ദൈവം അറിയിച്ചിരിക്കുന്നത്. ദൈവവചനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും നല്ലതൊന്ന് ലഭിക്കേണ്ടതിന് ഏറ്റവും നമുക്ക് ആവശ്യമായിരിക്കുന്നത് റെഡിയാണോ, ഞാനിപ്പോൾ അതിനു വേണ്ടി റെഡിയാണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. നമുക്ക് നല്ല ഉറപ്പ് ദൈവവചനത്തിൽ തന്നിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എത്ര വലിയൊരു വാഗ്ദത്തമാണ് ദൈവം തന്നിരിക്കുന്നത്. കർത്താവ് അത് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി അവിടെ സ്ഥലം ഒരുക്കിയിട്ടുണ്ട്, അവിടെ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ റെഡിയാണോ ഇത് കർത്താവ് വരുമ്പോൾ അവനോടുകൂടെ ആ വാസസ്ഥലത്തേക്ക് പോകാൻ? നമ്മൾ നമ്മുടെ വിശ്വാസം ക്രിസ്തുവിൽ മാത്രം ഉറപ്പിച്ച് പോകുന്നില്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്തുക. നിത്യത ഒരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സമയം കാത്തിരിക്കേണ്ട കാര്യമില്ല. അതായത് വേസ്റ്റ് ചെയ്യാൻ നമുക്ക് സമയവുമില്ല. അവൻ്റെ ശബ്ദം കേട്ടാൽ, അവൻ്റെ വിളി കേട്ടാൽ അന്ന് തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. വീണ്ടും നമുക്കതിൻ്റെ കൺക്ലൂഷൻ ചുരുക്കമായി ചിന്തിക്കാൻ ഒരു ചോദ്യം ഇതാണ്: ആർ യു റെഡി ഫോർ ഇറ്റേണിറ്റി? ഇപ്പോൾ നിങ്ങളതിനു വേണ്ടി തയ്യാറായിട്ടുണ്ടോ? നീട്ടിവെക്കുവാനല്ല, നിങ്ങളവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ മരുഭൂമിയിൽ മസാനാളിനെ പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. നമ്മെ സൃഷ്ടിച്ചവനും നമ്മെ അത്ഭുതകരമായിട്ട് പരിപാലിക്കുന്നതിനുമായ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അതായത് സ്വർഗം എന്ന് പറയുന്നത് ഒത്തിരി ദൂരത്തേക്ക് മാറിയിരിക്കുന്ന ഒരു വ്യത്യാസമൊന്നുമല്ല. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അതൊരു സത്യമായ കാര്യമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം തരാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യമാണ്. അത് തികഞ്ഞ സ്നേഹത്തിൻ്റെ സ്ഥലമാണ്. മുറിഞ്ഞു പോകാത്ത സ്നേഹബന്ധത്തിൻ്റെയും ദൈവസാന്നിധ്യത്തിലുള്ള നിത്യസന്തോഷത്തിൻ്റെയും സ്ഥലമാണ് സ്വർഗം. ഇതൊന്നും നമ്മൾ ഭൂമിയിൽ ഇല്ലാത്ത സൗഭാഗ്യങ്ങളാണ് നമ്മൾ ഓർക്കുക. നമുക്ക് ക്രിസ്തുവിലുള്ള ആരെങ്കിലും വേർവിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേർപാട് താൽക്കാലികമാണ് നമ്മൾ അറിയുക. ഒരു ദിവസം നിങ്ങൾ വീണ്ടും അവരെ കാണാൻ പോവുകയാണ്. അവർ നേരത്തെ ഇരുന്ന സ്ഥിതിയിലല്ല. അവരെ മഹത്വീകരിക്കപ്പെട്ട് പൂർണ്ണ സന്തോഷത്തോടെ, എന്നാൽ അവരെ നമുക്ക് കാണുമ്പോൾ തിരിച്ചറിയത്തക്ക രീതിയിൽ തന്നെയാണ് എന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു. യേശു ഇതിനുള്ള വഴി ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. യേശു നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അവൻ ഞങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ സകല മനുഷ്യരെയും ആരെയും അവൻ ഉപേക്ഷിക്കുന്നില്ല. എല്ലാ മനുഷ്യർക്കും ഈ ക്ഷണമുണ്ട്. മതത്തിൻ്റെ ഒന്നും വ്യത്യാസത്തിലല്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഈ ഭൂമിയിലെ ജീവിതം വളരെ ഷോർട്ടാണ്. ഏറിയായാൽ നമുക്കൊരു 100 വർഷം ലഭിക്കുമായിരിക്കും. എന്നാൽ ഈ നിത്യജീവൻ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ആ വലിയ സൗഭാഗ്യമാണ്. ഒരു ദിവസം നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാ ദുഃഖവും കണ്ണുനീരും എല്ലാം നമ്മുടെ രക്ഷകൻ്റെ സാന്നിധ്യത്തിൽ തുടച്ചു നീക്കും. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ജീവിക്കുന്നത് സ്വർഗത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ജീവിക്കുക. ഞാൻ സ്വർഗത്തിൽ വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ ലോകത്തിൽ നിന്ന് ഞാൻ വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ്. ലോകവുമായിട്ടല്ല എൻ്റെ ബന്ധം. എൻ്റെ ലോകത്തോടുള്ള ബന്ധത്തെ ഞാൻ പൂർണ്ണമായി മുറിച്ച് കളഞ്ഞിട്ട് ഞാൻ എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ് എന്നുള്ള ആ ബോധം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിൽ നിന്നും ആരുമായിട്ടും സംസാരിക്കുകയോ മാറിയിരിക്കുകയോ സന്യസിക്കുകയോ ഒന്നും ചെയ്യണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്.
നമ്മൾ ഈ ലോകത്തിൽ തന്നെ ജീവിക്കണം. നമ്മൾ ഏത് സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നുവോ അവിടെ ദൈവത്തിൻ്റെ ഹിതകരമായ കാര്യങ്ങളിലെ നമ്മൾ ഏർപ്പെടുകയുള്ളല്ലോ. അവിടെ നമ്മൾ ദൈവത്തിൻ്റെ സത്യസാക്ഷികളായിട്ട് തന്നെ ജീവിക്കുക. ആരെയും വിട്ട് ഓടിപ്പോകാൻ ദൈവം പറയുന്നില്ല. ലോകത്തിൽ തന്നെ ജ്യോതിഷികളെപ്പോലെ ലോകത്തിൽ പ്രകാശിക്കണം എന്നാണ് ദൈവം പറയുന്നത്. നമ്മുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കത്തക്കവണ്ണം ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാനാണ് ദൈവവചനം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. ആഴമായി നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക. നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം അത് എന്തുമാത്രം ഉണ്ട് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ദൈവവുമായിട്ടുള്ള എൻ്റെ അപ്പനോടെന്നുള്ള ബന്ധം പോലെ എനിക്കിപ്പോൾ ദൈവവുമായിട്ടുള്ളൊരു ബന്ധമുണ്ടോ? എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലെ സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സ്നേഹമുള്ളവരുടെ അടുത്തിരുന്ന് സംസാരിപ്പാൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഈ അപ്പനോട് നമ്മൾ എന്ത് കാര്യമുണ്ടെങ്കിലും സംസാരിക്കുക. കർത്താവിൻ്റെ മറുപടി നമ്മൾ ചോദിക്കുന്ന പോലെ തന്നെ എപ്പോഴും ആയിരിക്കുകയില്ല, എങ്കിലും അവനോട് സംസാരിക്കുവാൻ നമുക്ക് അവകാശം ദൈവം തന്നിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ഏത് ഭാരം വന്നാലും അവനോട് സംസാരിക്കുക, അവനോട് സന്നിധിയിൽ ആശ്വാസം കൈക്കൊള്ളുവാൻ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. ധാരാളമായി കൊടുക്കുക. ഏറ്റവും പ്രധാനമായി ഏറ്റവും നല്ലതൊന്നിനു വേണ്ടി ഹൃദയം എല്ലായ്പ്പോഴും തയ്യാറായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, ദൈവവചനം സത്യമാണ്. ലോകത്തിൽ ഒരു വ്യക്തി പോലും ഈ സത്യങ്ങളെ വിശ്വസിക്കുകയോ സുവിശേഷം സ്വീകരിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ സത്യങ്ങൾക്ക് ഒരിക്കലും മാറ്റം വരികയില്ല. ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അതിന് മാറ്റം ദൈവം അതിനുവേണ്ടി അത് വിട്ടുവീഴ്ചകളൊന്നും ചെയ്യല. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാൻ മാത്രം കടപ്പെട്ടവരാണ്, വിശ്വസിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. എന്നാൽ പൈശാചിക ശക്തിയാണ് നമ്മളെ ആ സത്യദൈവത്തിലേക്ക് പോകാതെ ദൈവത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുവാനായിട്ട് പല ആകർഷണങ്ങളുമായിട്ട് നമ്മുടെ അടുക്കേക്ക് കടന്നു വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ദൈവവചനം പരിശോധിക്കുവാനും പിതാവായ സ്നേഹമുള്ള പിതാവിൻ്റെ സന്നിധിയിൽ അല്പസമയം അവൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് അവനോട് സംസാരിപ്പാനും അവൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിപ്പാൻ തക്കവണ്ണം നമ്മുടെ ചെവി തുറന്നിരിക്കേണ്ടതും ഏറ്റവും ആവശ്യമാണ്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമുക്കൊക്കെയും ചെവിയുണ്ട്, എന്നാൽ നമ്മുടെ ചെവി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേൾക്കുവാൻ തക്കവണ്ണം തുറന്നിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാർത്ഥനയോടെ ഈ വചനങ്ങൾ പഠിക്കുമെങ്കിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരിക തന്നെ ചെയ്യും. ഈ വചനത്തിലെ സത്യങ്ങൾ ഒരുവനെ ഗ്രഹിക്കണമെങ്കിൽ അത് ദൈവം തന്നെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ വെളിപ്പെടുത്തി തരുമ്പോഴേ നമുക്കത് പഠിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മളുടെ ബുദ്ധി കൊണ്ടോ നമ്മൾ ഏറെയധികം കാര്യങ്ങൾ ചെയ്ത് ഉപവസിക്കുകയോ ഏറെ നേരെ ഇരുന്ന് കാണാതെ പഠിക്കുകയോ ഒന്നും ചെയ്താലൊന്നും ഒരു പ്രയോജനമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അത് വെളിപ്പെടുത്തി തരാൻ വേണ്ടി അപേക്ഷിക്കുക. തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്ക് ദൈവം അത് വെളിപ്പെടുത്തി തരും. നമ്മൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളിൽ വചനപ്രകാരം മാറ്റം വരുത്തുവാൻ തയ്യാറാകണം. ഇതുവരെയും നമുക്കറിഞ്ഞുകൂടാത്ത വചനപ്രകാരമില്ലാത്ത എന്തെങ്കിലും പ്രവൃത്തികളിൽ കൂടിയാണ് നടന്നിരുന്നതെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം വരുത്തുവാൻ നമ്മൾ തയ്യാറാകണം. ഞാൻ ചെറുപ്പം മുതലേ ആചരിച്ചു വന്നതിനെ വിട്ടുമാറാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പൈശാചിക ശക്തികളാണ് നിങ്ങളെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. പിശാചിൻ്റെ മേൽ ജയമെടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ മേൽ ജയമെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കും ദൈവമക്കൾക്കും അവൻ്റെ മേൽ ജയമെടുക്കാൻ ധൈര്യത്തോടെ ഇരിക്കുക. പിശാചിന് ദൈവമക്കളെ തൊടുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഈ ലോകത്തിൽ തന്നെ കർത്താവിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൽ തന്നെ ജീവിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ തന്നെ അത് തുടങ്ങേണ്ടത് ആവശ്യമാണ്. ഇത്ര വലിയ ഈ സൗഭാഗ്യം അല്ലെ നിത്യജീവൻ തന്ന ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള ഹിതം എന്താണ്? അവൻ്റെ ദൂതുവാഹകരാകുക എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഈ പദ്ധതി നമ്മൾ ധൈര്യത്തോടെ പങ്കുവയ്ക്കാൻ നമുക്ക് ഒരു ഉത്തരവാദിത്വം കൂടെ തന്നിരിക്കുകയാണ്. ദൈവം നമുക്ക് സൗജന്യമായി രക്ഷ തന്നു. എന്നാൽ വെറുതെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ആവശ്യങ്ങളെല്ലാം ചോദിക്കുന്നതിനനുസരിച്ച് തന്നുകൊണ്ടിരിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി വേല ചെയ്യുവാൻ ഭൂമിയിൽ നമ്മളെ ഉത്തരവാദിത്വം തന്നിരിക്കുകയാണ്. അവൻ്റെ കാര്യസ്ഥന്മാരായിട്ടാണ് നമ്മളെ ഭൂമിയിൽ ദൈവം ആക്കിയിരിക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ പ്രവൃത്തി തികച്ച് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ വളരെയധികം ഉത്തരവാദിത്വമാണ്. എന്താണ്? ചിലരെ എങ്കിലും നരകത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ നമ്മുടെ പങ്ക് വിശ്വസ്തയോടെ നമ്മൾ നിർവഹിക്കുമോ? ഈ സദ്വർത്തമാനം, ഈ ഗുഡ് ന്യൂസ് വിശ്വാസത്തോടെ സ്നേഹത്തോടെ നമ്മുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അപരിചിതരോടും ഒക്കെയും ചുരുക്കമായി ഈ സത്യസുവിശേഷം നമ്മൾ അറിയിക്കുക. സത്യസുവിശേഷം എന്താണെന്ന് നമുക്കറിയാമല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം, അവൻ ഭൂമിയിൽ നന്മ മാത്രം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചതും
അവന് യേശു ക്രിസ്തുവിനെ മരിച്ച് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു, മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, ഇനി ജീവിക്കുന്നു, ഇപ്പോൾ സ്വർഗത്തിൽ ലേക്ക് കടന്നുപോയി സ്വർഗത്തിൽ ജീവിക്കുന്ന നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ള സുവിശേഷം. അത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ അത് നമ്മുടെ സുവിശേഷം പങ്കുവയ്ക്കുന്നതിനകത്തുണ്ടായിരിക്കണം. അവരെ അങ്ങനെ അറിയിച്ചിട്ട് നമുക്കും ഒരാഗ്രഹം ഉണ്ടായിരിക്കണം, ദൈവമേ ഈ വ്യക്തി രക്ഷിക്കപ്പെടണമേ എന്നുള്ള അവരോടുള്ള സ്നേഹത്തോടെ ഇത് പങ്കുവയ്ക്കുക. അവരെ ദൈവകരങ്ങളിൽ വീണ്ടും നമ്മൾ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. വീണ്ടും നമുക്ക് കഴിയുമെങ്കിൽ 1-2 പ്രാവശ്യമെങ്കിലും ഈ സുവിശേഷം പങ്കുവെച്ചവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ബാക്കി ദൈവാത്മാവ് ഇവിടെ പ്രവർത്തിച്ചോളും. അവരുടെ ഹൃദയങ്ങളെ മാറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുള്ളൂ. എന്നാൽ ഈ സുവിശേഷം പങ്കുവയ്ക്കുവാനുള്ള ചുമതല മനുഷ്യരായ ദൈവമക്കളായ നമുക്കാണ് ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ അവർ പലരെയും നമുക്ക് നിത്യതയിൽ ഒന്നിച്ച് കാണുവാൻ കഴിയും എന്നുള്ള വലിയ പ്രത്യാശയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം ഈ ദൂത് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം.